വെട്ടിമുറിച്ചിട്ടൊക്കെ ചെയ്യും. പക്ഷെ ഉണ്ടെങ്കിൽ ഞാൻ അഡ്വൈസ് ചെയ്യും അല്ലേ, നമ്മളെക്കാളും പുലികളായി കയ്യിരിക്കണ നോക്കി. ക്യാമറയിൽ ഇതിപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വേണ്ടി ക്ലിയർ ആണോ? ആക്ഷൻ ക്യാമറ. ആർക്കിടെക്റ്റുകൾ മുമ്പ് തുടങ്ങിയിരുന്നത് അവർ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ തെറ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയായിരിക്കും പിന്നെ കണ്ടംപററി വളരെയധികം വൈഡായിട്ട് കേരളത്തിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യുന്ന ബിൽഡിങ്ങുകളൊക്കെ പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലത്തെ റെയിനി അറ്റ്മോസ്ഫിയർ കാരണം പൂപ്പൽ പിടിച്ചും ഫംഗസ് പിടിച്ചും അതുപോലെ തന്നെ വീടിൻ്റെ അകത്തോട്ട് വെള്ളം തെറിച്ചും അതൊക്കെ വളരെയധികം മോശമായി. അപ്പോൾ പിന്നീട് അത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പൊതുവെ ജനങ്ങളുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടംപററി പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കേരളത്തിന് പറ്റില്ല ഇതേപോലത്തെ എന്നുള്ളൊരു ധാരണ വന്നുപോയി. പിന്നെ അതിൽ നിന്നുള്ളൊരു റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണ് പിന്നീട് നോക്കിയത്. അതായത് ഈ മിനിമലിസ്റ്റ് പാറ്റേൺ മറ്റുള്ളവർ കോപ്പി ചെയ്തപ്പോഴത്തേക്കും ഇതേപോലെ സൺഷെയ്ഡൊക്കെ പ്രോപ്പർ സ്ഥലത്ത് കൊടുക്കാതെ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ വക പ്രോബ്ലംസൊക്കെ ഉണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടംപററി പാറ്റേൺസ് നമുക്ക് ചെയ്യാം, പക്ഷേ കൂടുതലും മഴയൊക്കെ പെയ്യുന്ന കാരണം കൊണ്ട് ഷെയ്ഡുകൾ നല്ല രീതിയിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഈവൻ പാരപ്പറ്റിൽ പോലും അത് കവേർഡ് ആവുന്ന രീതിയിലൊക്കെ ചെയ്യാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് റൂഫ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡബിൾ റൂഫിംഗ് ക്യാരക്ടറൊക്കെ വേണേൽ കൊടുക്കാം. അതായത് ടെറസിന് മുകളിൽ വേറൊരു സിന്തറ്റിക് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടൊക്കെ വേറൊരു റൂഫിംഗ് പാറ്റേൺ ഫോളോ അപ്പ് ചെയ്ത് കുറച്ചുകൂടി ഭംഗിയാക്കി ചെയ്യാനൊക്കെ പറ്റും. അപ്പം കുറച്ച് എക്സ്പെൻസ് വരും ഇതിൻ്റെ കാര്യത്തിനകത്ത്. അപ്പോൾ ഇതൊക്കെ വിട്ടുകൊണ്ടാണ് നമ്മൾ കണ്ടംപററി ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു ചീത്തപ്പേര് വാങ്ങിച്ചത്. പിന്നെ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടംപററി പാറ്റേൺ തന്നെ ചെയ്ത് ഒരു ഫ്യൂഷൻ എലമെൻറ്റുകളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി പിൽക്കാലത്ത്. അതായത് ഒരു 2015 ശേഷം ആ ഒരു രീതിയിലുള്ളൊരു പാറ്റേണിലേക്ക് മാറി. അതായത് കണ്ടംപററി രീതി തന്നെ, പക്ഷേ ഇതിന് നമ്മുടെ പഴയ റൂഫിംഗ് ടൈൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ഫ്യൂഷൻ രീതിയിലോട്ടൊക്കെ ഉള്ള രീതിയിൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പം അത് ഒരു പിന്നീടും അവിടെ നിന്നൊരു 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ആ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റിനോടുള്ള ഒരു ചെറിയ സ്നേഹം കൊണ്ട് കുറച്ച് ട്രഡീഷണൽ കാര്യങ്ങൾ വരാന്തകളൊക്കെ വന്നു. ആ വരാന്തകളിലൊക്കെ പില്ലറുകളൊക്കെ നമ്മൾ പിന്നെയും തിരിച്ചു കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു ട്രഡീഷണൽ വീടുകളും വന്നു, ഒപ്പം പുതിയ വീടുകളുടെ ക്യാരക്ടറും കൂടി കൊണ്ടുവന്നിട്ട് ഒരു ഫ്യൂഷൻ രീതിയിലാണ് നമ്മളിപ്പോൾ വീടുകൾ ചെയ്യുന്നത്. അപ്പം ട്രഡീഷണലും ഉണ്ട്, അതിൽ തന്നെ മോഡേൺ ഉണ്ട്, ഒരു മിനിമലിസ്റ്റിക് ഉണ്ട്, പിന്നെ ഇതുപോലെ തന്നെ പിച്ച് റൂഫുകളുണ്ട്. അപ്പം 4 സൈഡിലേക്കും ചെരിവായിരിക്കില്ല സാധാരണ ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ 2 സൈഡിലേക്ക് മാത്രം ചെരിവ് കൊടുത്ത് കുറച്ചൊക്കെ ഒരു മെഡിറ്ററേനിയൻ രീതിയിലുള്ള ഡിസൈൻസൊക്കെയാണ് നമ്മളിപ്പോൾ ഈ റീസെൻ്റ് കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്നത്.